റബ്ബും ഈ ചാരിറ്റി വില്ലേജിലെ മക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ സദസ്സിനെയും ഇവിടെ സംഗമിച്ചവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. എന്തെല്ലാം നെയ്യത്തുകളും മനസ്സിൽ കരുതിക്കൊണ്ട് വന്നു ചേർന്നവരും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദൂരങ്ങളിൽ നിന്നെല്ലാം ദുആ വസിയ്യത്ത് ചെയ്തിട്ട് പ്രതീക്ഷയോടെ കഴിയുന്നവരുമായ ആരെല്ലാം ഉണ്ട് അവരുടെ എല്ലാവരുടെയും മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങളെയും മുറാദുകളെയും അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങളും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഖൈറായ സന്തോഷകരമായ ദുനിയവി ഉഖ്റവി ജീവിതം അവർക്കും നമുക്കും എല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷിച്ച് ഇന്നത്തെ ദിവസം ദുആ വസിയ്യത്തുമായി ഇവിടെ വന്നു ചേർന്ന ഏനാത്ത് ശിഹാബുദ്ദീൻ സാഹിബ് അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും ബറക്കത്തും കൊടുക്കുമാറാകട്ടെ. ജീവിത വഴികളിലെല്ലാം അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മകന്റെയും മരുമകളുടെയും അടുത്ത ദിവസമാണ് അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ഖൈറായ ജീവിതം അല്ലാഹു അവർക്ക് നൽകുമാറാകട്ടെ. സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാ വഴികളും അല്ലാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ മക്കളെ അല്ലാഹു ഇതിലൂടെ അവർക്ക് കൊടുക്കുമാറാകട്ടെ. വൈവാഹിക കുടുംബ ജീവിതത്തിൽ എന്തെല്ലാം സന്തോഷങ്ങളാണോ നാഥനായ റബ്ബ് നൽകുന്നത് മുഴുവനും റഹ്മാനായ റബ്ബ് അവർക്ക് നൽകുമാറാകട്ടെ. സന്തോഷകരമായ ഖൈറായ ദാമ്പത്യം അല്ലാഹു നിർത്തി കൊടുക്കുമാറാകട്ടെ. ഇവിടെ മരുമകൾ സിയാന എക്സാം എഴുതി നിൽക്കുകയാണ്. ഉന്നതമായ വിജയം അല്ലാഹു ആ കുട്ടിക്ക് നൽകുമാറാകട്ടെ. ആഗ്രഹിക്കുന്നത് പോലെ ദീനിയായ മാഹൗലിലായിട്ടുള്ള ഒരു ജോലി ഉദ്യോഗം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ മകളുടെ മകൾ ചെറുമകൾ മൻഹ ഫാത്തിമ, ആ കുട്ടിയുടെ എന്തെല്ലാം വിഷമതകൾ പ്രയാസങ്ങളൊക്കെ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾക്കും വീട്ടിലുമുണ്ടോ അതൊക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക ഉപദ്രവങ്ങളോ ശുറൂർ ഫിത്നകളുണ്ടോ ഒക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ഖൈർ അല്ലാഹു ആ കുട്ടിക്ക് കൊടുക്കുമാറാകട്ടെ. മലക്കുകളുടെ സാന്നിധ്യമുള്ള ജീവിതം അല്ലാഹു ആ കുട്ടി കൊടുക്കുമാറാകട്ടെ. അതുപോലെ അദ്ദേഹത്തിന്റെ മകൾ ഷഹാന നടുവേദനയുടെ ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ ആ സഹോദരിയുടെ ബുദ്ധിമുട്ട് വേദന ഏതളവ് എത്രയാണുള്ളതെന്ന് റഹ്മാനായ റബ്ബേ നിനക്കാണറിയുക. ഒരുപാട് നേർച്ചകൾ ഈ സ്ഥാപനത്തിൽ ചെയ്തതിന്റെ അത്ഭുതകരമായ അനുഭവത്തിൽ നിന്നും ഒരിക്കൽ കൂടെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഏൽപ്പിച്ച ഈ വസിയത്തിന് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ വിഷമം അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആരോഗ്യം അല്ലാഹു പൂർണ്ണാർത്ഥത്തിൽ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. റാഹത്ത് കൊടുക്കുമാറാകട്ടെ. അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കുടുംബാദികളും വീടും ജീവന വഴിയും സ്ഥാപനവും ഒക്കെയായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഹലാലായ ആഗ്രഹങ്ങൾ മുറാദുകളുണ്ടോ അതിനൊക്കെ റഹ്മാനായ റബ്ബ് സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. അതൊക്കെയായി ബന്ധപ്പെട്ട എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളെയും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. കൊട്ടാരക്കര മുനീർ എന്ന സഹോദരൻ നെഞ്ചുവേദന കാരണം ബുദ്ധിമുട്ടിലാണ്. അദ്ദേഹത്തിന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ശിഹാബുദ്ദീൻ സാഹിബിന്റെ മകന്റെ ഗുരുനാഥനാണ്. അദ്ദേഹത്തിന്റെ സ്കാനിങ്ങും മറ്റു ടെസ്റ്റുകളും ഒക്കെ ആശങ്കപ്പെടുന്നത് പോലെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ റാഹത്തായ രൂപത്തിൽ ആരോഗ്യകരമായ ജീവിതത്തിലൂടെ അല്ലാഹു അദ്ദേഹത്തിനെ നിലനിർത്തുമാറാകട്ടെ. നല്ല സന്തോഷകരമായ ഭാവി ജീവിതം അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിന്റെ രോഗാവസ്ഥകൾ മാറിയ സന്തോഷ വാർത്ത കേൾക്കാൻ അല്ലാഹു നമുക്ക് അവസരം തരുമാറാകട്ടെ. പോത്തമ്പോട് സലാഹുദ്ദീൻ എന്ന സഹോദരന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലാഹു ഐശ്വര്യത്തിലാക്കുമാറാകട്ടെ. ഖൈറും നിഅ്മാത്തുകളും അല്ലാഹു നൽകട്ടെ. മരണപ്പെട്ടു പോയ മുഴുവൻ ഖബറാളികൾക്കും അല്ലാഹു ഖബർ വിശാലത കൊടുക്കട്ടെ. സ്വർഗ്ഗാവകാശം അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹസ്ബുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വസിയത്ത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കിളിമാനൂർ ബിസ്മിത നസീർ എന്ന സഹോദരിയുടെ വീടെന്ന സ്വപ്നം എത്രയും വേഗം അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. സ്വന്തമായ ഒരു ഭവനത്തിന് എന്താണോ തടസ്സമായിട്ടുള്ളതൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ പെരിങ്ങമല സജീബ് ഖാൻ എന്ന സഹോദരന്റെ മൂന്ന് മക്കളെയും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം വളരെ താല്പര്യത്തോടെ പ്രതീക്ഷയോടെ ആക്കിയിരുന്നു. എന്നാൽ ഓരോ ശാരീരിക ബുദ്ധിമുട്ട് കാരണം 3 മക്കൾക്കും പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന വല്ലാത്ത വിഷമത്തിലാണ്, നിരാശയിലാണ്. വളരെ അപൂർവം പിതാക്കന്മാരാണ്, മാതാക്കളാണ് ഇതുപോലെയുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സഹോദരന്റെ വിഷമത്തിന് റാഹത്തായ രൂപത്തിൽ അല്ലാഹു പരിഹാരം നൽകുമാറാകട്ടെ. ആ കുട്ടികൾക്ക് പരിശുദ്ധ ഖുർആൻ കൂടുതലായി പഠിക്കാൻ ഹാഫിളീങ്ങളായ ആലിമീങ്ങളായ മാതാപിതാക്കൾക്ക് കാണാൻ അല്ലാഹു അവസരം കൊടുക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. പഠനം വീണ്ടും തുടങ്ങാനും പൂർത്തീകരിക്കാനും അല്ലാഹു അവസരം കൊടുക്കുമാറാകട്ടെ. കന്യാകുളങ്ങര സൗജ ബിവി എന്ന മാതാവിന്റെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരെല്ലാം ഉള്ളവരുടെ എല്ലാവരുടെയും ഖബറുകളെ അല്ലാഹു സ്വർഗീയ ആരാമങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അധികാരിൽപ്പെടുത്തട്ടെ. തിരുവനന്തപുരത്ത് ഒരു സഹോദരി അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാനും എല്ലാവിധ ഖൈറിനും അതുപോലെ ഭർത്താവിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു നിയ്യത്ത് ചെയ്തേക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളെല്ലാം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളെയും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ.
മറ്റെന്തെല്ലാം നിയ്യത്തുകളുമായി ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാ ഖൈറുകളും അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واهشرنا غدا بزمرته تحت ظل لوائه المعقود. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في كل أمورنا خصوصا فيما أعطيتنا وبارك لنا فيما تعطينا وارزقنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. أرحم الرحيم ദയാലുവായ അല്ലാഹ്, കാരുണ്യകടലായ രക്ഷിതാവേ, സ്നേഹനിധിയായ റഹ്മാനെ, പടച്ച റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഒരുമിച്ച് കൂടാൻ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. പാവങ്ങളായ നിരാലംബരായ അനാഥ മക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ സദസ്സ് വലിയ പ്രതീക്ഷയാണ് അല്ലാഹ്. എത്രയോ ആളുകളുടെ സർവ്വ പ്രതീക്ഷകളും അസ്തമിച്ചടക്ക് നീ പ്രതീക്ഷ നൽകിയവനാണല്ലോ റബ്ബേ. അല്ലാഹുവേ, ഇന്നത്തെ ദിവസവും ഈ പാവങ്ങളായ സഹോദരങ്ങളോടൊപ്പമുള്ള ഈ സാധുക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ മജ്ലിസിലേക്ക് പ്രതീക്ഷയോടെ ഏതെല്ലാം നിയാത്തുകളുമായി ആരെല്ലാം വസിയ്യത്ത് ചെയ്തോ അവരുടെ മുഴുവൻ ഹലാലായ മുറാദുകളെയും നീ സഫലമാക്കണേ അല്ലാഹ്. രോഗങ്ങളെയും പ്രയാസങ്ങളെയും വിഷമതകളെയും മാറ്റണേ റബ്ബേ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. സമാധാനവും റാഹത്തും ഖൈറും നൽകണേ അല്ലാഹ്. സന്തോഷവും ഖൈറും നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഏതെല്ലാം നിയ്യത്തുകളുമായി ദുആ വസിയ്യത്ത് ചെയ്ത ആരെല്ലാം ഉണ്ട് അവരുടെ നിയ്യത്തുകളെ മുഴുവനും സഫലമാക്കണം അല്ലാഹ്. മരണപ്പെട്ടു പോയ ഖബറാളുകളുടെ ഖബറുകളെ നീ പ്രകാശപൂരിതമാക്കണേ റബ്ബേ. സ്വർഗ്ഗാവകാശികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തണം റഹ്മാനെ. നാളെ പാരത്രിക ലോകത്തെ വിജയികളിൽ പെടുത്തണേ അല്ലാഹ്. അർഹമുർ റഹീമായ കാരുണ്യകടലായ നാഥാ, കരുണാമാരിതിയായ റഹ്മാനെ, അല്ലാഹുവേ, ഈ സ്ഥാപനത്തിലെ ഈ മജ്ലിസിലേക്ക് ഏതെല്ലാം ആവശ്യങ്ങൾ ദേവരെ ദുആ വസിയ്യത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ അവർ ഓരോരുത്തരുടെയും ഹാജാത്തുകൾ അഭിലാഷങ്ങൾ അറിയുന്ന റബ്ബേ, ഒന്നുപോലും നീ നഷ്ടപ്പെടുത്തി കളയില്ല അല്ലാഹ്. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഏതെല്ലാം തരത്തിലൂടെ ഈ പ്രസ്ഥാനത്തിന്റെ സഹകാരികളായവർ ആരെല്ലാം ഉണ്ടോ, വിശിഷ്യാ ഇന്നത്തെ ദിവസം ഇവിടെ വന്നു ചേർന്ന സഹോദരൻ
ഷിഹാബ് എന്ന സഹോദരനെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണം നാഥാ. അദ്ദേഹത്തിന്റെ മക്കളെയും മരുമക്കളെയും കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇവിടെ വ്യക്തി ജീവിതത്തിലും വീട്ടിലും കുടുംബത്തിലും ഉപജീവന പ്രസ്ഥാനങ്ങളിലും ഒക്കെ ആയിട്ടുള്ള എല്ലാ വിഷമതകളെയും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, റാഹത്തും ഖൈറും നൽകണേ അല്ലാഹ്. ബാധ്യതകളെ നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. റാഹത്തായ ഉപജീവന താമസ സൗകര്യം നീ നൽകണം അല്ലാഹ്. കാരുണ്യവാനായ റഹ്മാനായ റബ്ബേ, മരണപ്പെട്ടു പോയ കുടുംബാദികൾക്ക് നീ മഗ്ഫിറത്ത് നൽകണം നാഥാ, റഹ്മത്ത് നൽകണേ നാഥാ. സ്വർഗ്ഗാവകാശികൾ ഉൾപ്പെടുത്തണം അല്ലാഹ്. പടച്ച റബ്ബേ, നമ്മുടെ നാടും ഈ രാജ്യവും ഈ ഉമ്മത്തും വല്ലാത്ത പ്രതിസന്ധി നേരിടുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു റബ്ബേ. ഈ ഉമ്മത്തിന്റെ അഹലുകാര് കൊടിയ പ്രതിസന്ധികൾ നേരിടുന്ന നാഥാ, നിന്റെ അബൗദികമായ സഹായം ഒന്നല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ മറ്റൊന്നുമില്ല റബ്ബേ. അബാബീൽ പക്ഷികളെ ഇറക്കിക്കൊണ്ട് കഅബാലയത്തെ രക്ഷപ്പെടുത്തിയ റബ്ബേ, ഈ ഉമ്മത്തിന്റെ പള്ളികൾ, മദ്രസകൾ, വഖഫിന്റെ സംവിധാനങ്ങളെ നിന്റെ ഹിഫാദത്തിലാക്കണേ അല്ലാഹ്. നിന്റെ പ്രത്യേകമായ കാവലിലാക്കണം റഹ്മാനെ. ഏതക്രമിയാണ് വരുന്നതെങ്കിലും പടച്ചവനെ, അവരെ നിലക്ക് നിർത്താൻ നിനക്ക് കഴിയുമല്ലോ റബ്ബേ. പടച്ച റബ്ബേ, അവരെ നിലക്ക് നിർത്തണേ അല്ലാഹ്. ഈ ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണം നാഥാ, ഒന്നാക്കണേ അല്ലാഹ്. ഇഖ്തിലാഫുകളെ നീ അവസാനിപ്പിച്ചു തരണേ അല്ലാഹ്. അനാവശ്യമായ തർക്ക വിതർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിക്കൊണ്ട് ഒരുമയോടെ ഒരു കുടക്കീഴിലേക്ക് വരാനുള്ള മാനസിക അവസ്ഥയിലേക്ക്, മനോഭാവത്തിലേക്ക് ഉമ്മത്തിനെ നീ എത്തിക്കണേ അല്ലാഹ്. നീ ഒന്നാക്കുകയും നന്നാക്കുകയും ചെയ്യണേ അല്ലാഹ്. ഉഖുവത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മുൻവിധികളോടുകൂടി എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ താല്പര്യമില്ലാതെ പച്ചയായ കുഫ്രിയത്തിന്റെയും നിഷേധത്തിന്റെയും വഴിയിലൂടെ പൈശാചിക ദുർപ്രേരണകളിലായി മുന്നിൽ നടക്കുന്ന ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ അധർമ്മകാരികൾ ആരെല്ലാം ഉണ്ടോ അവരെ നീ പാഠം പഠിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, അവരെ നീ നിലക്ക് നിർത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, റഹീമായ നാഥാ, നിരപരാധികളായ നമ്മുടെ മക്കള്, സ്ത്രീകള്, സഹോദരങ്ങൾ, കുട്ടികള് കൊടിയ പീഡനങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യത കാണുന്നു റബ്ബേ. ഭയാനകമായ വംശീയ കലാപങ്ങൾ, ഉന്മൂലന കലാപങ്ങൾ, പ്രതിസന്ധികൾ മുമ്പിൽ വരുന്നു അല്ലാഹ്. അല്ലാഹുവേ, അതിന്റെ ആ സാഹചര്യങ്ങൾ പോലും ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. പടച്ചവനെ, ഉമ്മത്തിനെ കുറിച്ചുള്ള തെറ്റായ ചിന്തകളും വിശ്വാസങ്ങളും ധാരണകളും മാറിക്കൊണ്ടിരിക്കുന്ന ആ ഓരോ മാറ്റങ്ങളെയും നീ തടയണം റബ്ബേ. ഈ ഉമ്മത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളുടെ, കുറ്റങ്ങളുടെ, വീഴ്ചകളുടെ പേരിലാണെങ്കിൽ അല്ലാഹുവേ, നീ മാപ്പ് നൽകി തൗബ സ്വീകരിച്ച് തിരുത്താനുള്ള അവസരം നൽകണേ അല്ലാഹ്. ഈ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ ബിസബബി ദുനൂബിനാ യാ റബ്ബൽ ആലമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. بحقه صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.